ഈശ്വരത്തെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം വീട്ടിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. ആത്മീയ പാഠങ്ങളിൽ 24 ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. ഒന്ന്, ആവർത്തിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല എന്നൊരു വൈഷമ്യം ഉണ്ടാകാം. ചില ചോദ്യങ്ങൾ വിശദമായി പറയേണ്ടതുകൊണ്ടാണ് അത് മാറ്റിവെക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചും ഹമാസിന്റെ തീവ്രവാദത്തെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് പറയാതിരിക്കുകയല്ല, അത് വിശദമായി ഒരു എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് മാറ്റിവെക്കുന്നത്. അതേപോലെ നിരവധിയായ ചോദ്യങ്ങൾ അപ്രകാരം ദൈർഘ്യമുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും ആവശ്യമുള്ളവയുണ്ട്. അവ മാറ്റിവെക്കുന്നത് അവധാനതാപൂർവം അവയെക്കുറിച്ച് പറയണം എന്നതുകൊണ്ടാണ്. പ്രത്യേകമായി അഭ്യർത്ഥന ഉള്ളത്, നമ്മൾ ഈ ചാനൽ കാണുന്നു, അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കണം, മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും. ഒരു ശുശ്രൂഷ എന്ന നിലയ്ക്ക് വർത്തമാനകാലത്തിന്റെ സാഹചര്യങ്ങളെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കാണാനും വിശകലനം ചെയ്യാനും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഒരു തീരുമാനത്തിലെത്താനും ഒരു അഭിപ്രായത്തിലെത്തിച്ചേരാനും കഴിയണം. ആ നിലയ്ക്കാണ് നമ്മൾ സാധാരണഗതിയിൽ വീഡിയോകൾ ചെയ്യുന്നത്. ഉത്തരം നൽകുന്നില്ല എന്ന് കരുതി ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കേണ്ടതില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഞായറാഴ്ചകൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ വിശകലനം ആവശ്യമുള്ളതും വിശദീകരണം ആവശ്യമുള്ളതോ കാര്യങ്ങളാണ് മാറ്റിവെക്കുന്നത്. അത് ഒഴിവാക്കുന്നതല്ല എന്നോർക്കുക. അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ്. ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ സോക്രട്ടീസിന്റെ ജീവിതത്തിലൊരു സംഭവം, ഒരു ജീവിത സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് കരുതുന്നു. സോക്രട്ടീസ് വളരെ ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ പഴകിയതും കീറിയതുമായിരുന്നു. അങ്ങനെയുള്ള സോക്രട്ടീസ് തെരുവിൽ നടക്കുമ്പോൾ ഒരു കട കാണാനിടയായി. ആ കടയിൽ നിരവധിയായ ഭക്ഷ്യവസ്തുക്കൾ നിരത്തി വെച്ചിട്ടുണ്ട്. ആ കടയിലേക്ക് നോക്കി നിൽക്കുന്ന സോക്രട്ടീസിനെ ഒരു യുവാവ് പരിഹാസപൂർവ്വം ആക്ഷേപിക്കുന്നുണ്ട്. എന്താ സോക്രട്ടീസ്, ഇവയെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. സോക്രട്ടീസിന്റെ മറുപടി അയാളുടെ ആക്ഷേപത്തെ സാധൂകരിക്കുന്നതോ എതിർക്കുന്നതായിട്ടല്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്രമാത്രം ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് ഈ ഷെൽഫുകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത എന്തുമാത്രം കാര്യങ്ങളാണ് ലോകം പ്രദർശിപ്പിക്കുന്നത്. നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ നിയന്ത്രണത്തിലാകണം എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താകണം എന്ന് നാം തീരുമാനമെടുക്കണം. അടക്കം അഥവാ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ പ്രാമുഖ്യത്തോടെ കാണണം എന്നാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ കാരണം, പല ആളുകളും കാഴ്ചകളെ ഭയക്കുന്നുണ്ട്. കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകൾ കൊണ്ടുവരുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകം നമുക്ക് ചുറ്റും വിസ്മയകരമായ അറിവുകളും അനുഭവതലങ്ങളും ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവയോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക? ഈ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, എമ്പുരാൻ സിനിമ കാണുന്നത് പാപമാണോ എന്നാണ്. എങ്ങനെയാണ് ഒരു കാഴ്ച പാപകരമായിട്ട് തീരുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ തിന്മകൾ പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് നമ്മളെ മലിനമാക്കുന്നത് എന്നൊക്കെ വ്യക്തമായൊരു ധാരണയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അഥവാ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സാധാരണയായി എപ്പോഴും ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നാം കേട്ടിട്ടുള്ളത്, അഞ്ച് ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവയെ കുറിച്ചാണ് അപ്രകാരം നാം കേൾക്കുക. വാസ്തവത്തിൽ ഈ 5 ഇന്ദ്രിയങ്ങളെന്നല്ല പറയേണ്ടത്, അവ കരണങ്ങളാണ്. ശരീരത്തിന്റെ കരണങ്ങളാണവ. ഇന്ദ്രിയങ്ങൾ അതിന് ആന്തരികമായിട്ടുള്ള കാര്യമാണ്.
കണ്ണ് ഒരു അവയവമാണ്. ആ അവയവം കാഴ്ചയെ സാധ്യമാക്കുന്നത് ഇന്ദ്രിയമായ അനുഭൂതിയിലൂടെയാണ്, അനുഭവത്തിലൂടെയാണ്. പുറമേ കാണുന്ന 5 കരണങ്ങൾക്ക് ആന്തരികമായി 5 ഇന്ദ്രിയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. നയനേന്ദ്രിയം, ശ്രവണേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, സ്പർശനേന്ദ്രിയം. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവ ഈ കരണങ്ങളുമായി ബന്ധപ്പെട്ടായതുകൊണ്ടാണ് ഈ കരണങ്ങളെ സാധാരണഗതിയിൽ ഇന്ദ്രിയങ്ങളായി നാം പരിഗണിക്കുന്നത്. അവ കൂടാതെ ബാഹ്യമായ കരണങ്ങളില്ലാതെ തന്നെ നമ്മിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണ നിരീക്ഷണങ്ങളിലൂടെ വിവേചിച്ചറിഞ്ഞ ഇന്ദ്രിയപരമായ അനുഭൂതികൾ ഉളവാക്കുന്ന ആന്തരികമായ പ്രവർത്തനത്തെയാണ് അപ്രകാരം നമ്മൾ പറയുക. 6-ാം ഇന്ദ്രിയമെന്നോ 7-ാം ഇന്ദ്രിയമെന്നോ ഒക്കെ പറയുന്ന ആത്മീയാനുഭൂതികളുടെ തലത്തെക്കുറിച്ചല്ല പറയുന്നത്. ശാരീരികതയിൽ പ്രവർത്തിക്കുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി അനുഭവിക്കാവുന്ന അദൃശ്യമായ സെൻസുകൾ, അറിവ് തരുന്ന മേഖലകൾ, അവയെ അദൃശ്യമായ ഇന്ദ്രിയങ്ങൾ എന്നാണ് നമ്മൾ പറയുക. 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. അത് കരണങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവയാണ്. അവ കൂടാതെ ബാഹ്യമായ കരണങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളും നമുക്കുണ്ട്. ഇങ്ങനെ അദൃശ്യമായ 6 ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ അറിവ് നൽകുന്ന ആന്തരികമായ സിസ്റ്റം നമ്മുടെ അകത്തുണ്ട് എന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഓപ്രിയോസ്പെഷൻ, ഇന്റർസ്പെഷൻ, ഇക്വിലിബ്രിയസ്പെഷൻ, നോസിസ്പെഷൻ, ക്രോണോസ്പെഷൻ, തെർമോസ്പെഷൻ എന്നിവയാണവ. സാമാന്യമായി ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് ബോധം ഉണ്ടായാൽ മാത്രമേ എങ്ങനെയാണ് ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു കേൾവി, ഇന്ദ്രിയപരമായ ഒരു അനുഭവം നമ്മെ പാപത്തിലേക്ക് നയിക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രോപ്രിയോസ്പെഷൻ എന്ന് പറയുന്നത് തലച്ചോറുമായി ബന്ധപ്പെട്ട നാഡികളിലൂടെ, സെൻസറുകളിലൂടെ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലൊരു അവയവം എവിടെയാണ് എന്ന് നമുക്ക് കാണാതെ തന്നെ പറയാൻ പറ്റും. നമ്മുടെ കൈ എവിടെയാണ്, കാലെവിടെയാണ് എന്നൊക്കെ ഒരു അവബോധം എന്ന നിലയിൽ അതിന്റെ ചലനങ്ങളെ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അത് പ്രോപ്രിയോസ്പെഷനാണ്. അത് നേരിട്ട് ഒരു ബാഹ്യമായ കരണത്തിലൂടെ നാം അനുഭവിക്കുന്നതല്ല, സ്പർശനത്തിലൂടെയോ ഏതെങ്കിലും അനുഭവത്തിലൂടെ മാത്രം ചെയ്യുന്ന കാര്യമല്ല, ആന്തരികമായി ഉണ്ടാകുന്ന ഒരു അവബോധമാണ്. ഈ അവബോധം നിർമ്മിക്കുന്നത് പ്രോപ്രിയോസ്പെഷൻ എന്ന് പറയുന്ന അദൃശ്യമായ ഒരു ഇന്ദ്രിയമാണ്. ഇൻട്രോസ്പെഷൻ എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള വേദന നമുക്കറിയാം, വിശപ്പറിയാം, ദാഹം അറിയാം, നെഞ്ചിടിപ്പ് കൂടുന്നതറിയാം. നമുക്കുണ്ടാകുന്ന ആന്തരികമായ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഇൻട്രോസ്പെഷൻ. ഇനി കണ്ണടച്ച് നമുക്ക് നേരെ നിൽക്കാൻ കഴിയുന്നു, അത് ഇക്വിലിബ്രിയസ്പെഷനാണ്. അത് നമ്മുടെ ചെവിക്കകത്തുള്ള ആന്തരികമായ ചെവിയിലെ വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്നതാണ്. കണ്ണടച്ച് നേരെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ അറിവും ബോധ്യവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് ആന്തരികമായി സംഭവിക്കുന്ന കാര്യമാണ്. ആന്തരികമായ ചെവിക്കകത്തുള്ള വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ പ്രവർത്തനം വഴിയായിട്ടുണ്ടാകുന്നതാണ് ഇക്വിലിബ്രിയസ്പെഷൻ. നോസിസ്പെഷൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള വേദനകളെ തിരിച്ചറിയുന്നതാണ്. പുറമേ നിന്നുള്ള അനുഭവങ്ങളൊന്നുമില്ല, ഇന്ദ്രിയങ്ങളുടെ ഇടപെടലില്ല, പക്ഷെ നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും, വേദനകളെ അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. അതാണ് നോസിസ്പെഷൻ. ക്രോണോസ്പെഷൻ എന്ന് പറയുന്നത് നമ്മൾ സമയത്തിന്റെ പ്രവർത്തനം അറിയാൻ പറ്റും. ബാഹ്യമായ ചലനങ്ങളില്ലാതെ ആന്തരികമായി സമയത്ത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും, അറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഇത് ശരീരത്തിനകത്തുള്ള സുപ്രാ ചിയാസ്മാറ്റിക് ന്യൂക്ലിയസിന്റെ പ്രവർത്തനം മൂലം, SCNന്റെ പ്രവർത്തനം മൂലം സംഭവിക്കുന്ന കാര്യമാണ്. ഇതിന് ബാഹ്യമായ ഒരു പ്രവർത്തന മേഖലയില്ല. ഇനി തെർമോസ്പെഷനാണ് ബാഹ്യമായ ത്വക്കിന്റെ അനുഭവമില്ലാതെ ചൂടിനെയോ തണുപ്പിനെയോ ഒക്കെ അനുഭവിക്കാനും അറിയാനുള്ള കഴിവാണ്. ഇങ്ങനെ 6 അദൃശ്യമായ ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. 6-ാം ഇന്ദ്രിയം എന്ന് പറയുന്ന ഭാവിയെ കാണാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ള അവബോധപരമായ കാര്യങ്ങൾ, സഹാനുഭൂതിയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അത്തരമുള്ള ആത്മീയ അനുഭവങ്ങൾക്ക് തലമാകുന്ന ഇന്ദ്രിയങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഇത് അദൃശ്യമായവയാണ്, പക്ഷെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇനി ഓരോ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയം എന്നത് കേവലമായ കരണമല്ല, അത് ആദ്യമേ പറഞ്ഞു. കരണത്തിലൂടെ ഒരു കാഴ്ച ഉണ്ടാവുമ്പോൾ ആ കാഴ്ച നമ്മുടെ ആന്തരിക ഇന്ദ്രിയത്തിലേക്ക് പ്രവേശിക്കും. ബാഹ്യമായ കരണങ്ങൾ, ഇപ്പൊ കണ്ണ് എങ്ങനെയാണ് പ്രവർത്തിക്കുക? മത്തായി സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 22-ാം തിരുവചനം പറയും, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്,
കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. 23-ാം തിരുവചനം പറയും, കണ്ണ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ അന്ധകാരത്തിൽ ആണ്ടുപോകും. നിന്റെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അതെന്തൊരു അന്ധകാരമായിരിക്കും എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ കണ്ണ് എന്ന് പറയുന്ന ഒരു കരണത്തെ നാം തിരിച്ചറിയണം. കണ്ണ് എന്ന കരണത്തോടൊപ്പം ആന്തരികമായി ഒരു ഇന്ദ്രിയമുണ്ട്, ആന്തരികമായ നയനേന്ദ്രിയം. ബാഹ്യമായ കണ്ണ് എന്ന കരണത്തിനുള്ളിൽ ആന്തരികമായ ഒരു ഇന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് കാഴ്ച സാധ്യമാക്കുന്നത്. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നീ കരണങ്ങൾ യഥാർത്ഥത്തിൽ ആന്തരികമായ ഇന്ദ്രിയങ്ങളോട് കൂടിയവയാണ്. മത്തായി സുവിശേഷത്തിൽ 5:29 ഇതിന്റെ കണ്ണ് പാപഹേതുവാണെങ്കിൽ ചൂഴ്ന്നെടുത്ത് കളയുക എന്ന് പറയുന്നുണ്ട്. 2 കണ്ണോടുകൂടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇതിന്റെ വലത്തു കണ്ണ്, ഇതിന്റെ വലത്തു കരം എന്നൊക്കെ പറയുമ്പോൾ പ്രവർത്തിക്കുന്ന ഭാഗം എന്ന അർത്ഥത്തിലാണ്. വലത് എന്ന് ഉദ്ദേശിക്കുന്ന പ്രവർത്തനക്ഷമമായ ഭാഗം എന്ന നിലയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമുക്ക് പരിശോധിക്കാം. കണ്ണ് എന്ന കരണം ആന്തരിക നയനത്തിലേക്ക് പ്രവേശിക്കുകയും ആ ആന്തരിക നയനത്തിലൂടെ ഉണ്ടാകുന്ന കാഴ്ചകൾ എങ്ങനെയാണ് നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാം. ഓരോ ഇന്ദ്രിയത്തിനും ഇപ്രകാരം പ്രവർത്തനമുണ്ട്. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവ ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടാണ്. 5 കർമ്മേന്ദ്രിയങ്ങൾ വേറെ നമുക്കുണ്ട്. കയ്യ്, കാല്, നാക്ക്, ഉപസ്ഥം എന്ന് പറയുന്ന 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഈ കർമ്മേന്ദ്രിയങ്ങളെ കൂടാതെ ഈ കർമ്മേന്ദ്രിയങ്ങളെയും പാപത്തിലേക്ക് നയിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പൊ ജ്ഞാനേന്ദ്രിയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. കണ്ണ് കരണമാണെന്ന് പറഞ്ഞു. കണ്ണ് നമുക്ക് അടയ്ക്കാൻ കഴിയും, കാത് നമുക്ക് അടയ്ക്കാൻ കഴിയില്ല, മൂക്ക് നമുക്ക് അടയ്ക്കാൻ കഴിയില്ല, വായ നമുക്ക് അടച്ചു പിടിക്കാൻ കഴിയും, ത്വക്കിനെയും നമുക്ക് അടച്ചു വയ്ക്കാൻ സാധ്യമല്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് സ്വാഭാവികമായി ലോകത്തെ മനസ്സിലാക്കുക, ലോകത്തെ തിരിച്ചറിയുക എന്ന ദൗത്യമാണുള്ളത്. അത് ഈ കരണങ്ങളിലൂടെയാണ് അനുഭവപ്പെടുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരണവും ഇന്ദ്രിയവും കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ആന്തരികമായ നയനേന്ദ്രിയത്തിലാണ് കാഴ്ചകൾ രൂപപ്പെടുക എന്ന് പറഞ്ഞു. നമ്മൾ കാഴ്ചയും നോട്ടവും തമ്മിലുള്ള അന്തരവും തിരിച്ചറിയണം. കാഴ്ച എപ്പോഴും സ്വാഭാവിക പ്രകൃതിയാണ്. നമ്മളൊരു കാര്യം കാണുന്നു, മുമ്പിലുള്ളവയൊക്കെ കാണാതെ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. ലോകത്ത് മുഴുവൻ പ്രശ്നമാണ്, ഇതൊന്നും കാണാതിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മളൊരു മലമുകളിൽ പോയി ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ അകത്ത് തിന്മകൾ പ്രവർത്തിക്കും. അവിടെ ഈ കാഴ്ചയുടെ ആവശ്യമില്ല. തിന്മ പ്രവർത്തിക്കുന്നത് കേവലമായി ഇന്ദ്രിയപരമായിട്ടല്ല എന്നറിയണം. ഇന്ദ്രിയങ്ങൾ ഈ കാഴ്ചയിലേക്ക് തുറന്നു വയ്ക്കും. ഹവ്വ പഴം കഴിക്കാനിടയാകുന്നത് പിശാചിന്റെ വാക്ക് കേട്ടാണെന്നാണ് പൊതുവെ നമ്മൾ പറയുക. പക്ഷെ പിശാചിന്റെ വാക്ക് കേൾക്കുമ്പോൾ അവളുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ണ് പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണിന് കൗതുകകരം, ആസ്വാദ്യം, അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം എന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു. അപ്പോൾ പറിച്ചു തിന്നലിന് പ്രേരകമായിട്ട് വരുന്നത് കാഴ്ചയിലൂടെ വന്ന ഒരു അറിവാണ്. ആ കാഴ്ചയിലൂടെ വന്ന അറിവ് എങ്ങനെയാണ് പാപകരമായ ഒരു കാര്യമായി മാറുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാഴ്ചകളെ വിവേചിക്കാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഈ അടുത്ത് വന്നൊരു ചോദ്യം ഒരു സിനിമയുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞല്ലോ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കണ്ടാൽ പാപമാകുമോ എന്നാണ് ചോദ്യം. ആ ചോദ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്ത് വിഡിത്താണ് ഈ പറയുന്ന, ഒരു സിനിമ കണ്ടാൽ അങ്ങനെ പാപമാകും നമുക്ക് തോന്നും. പക്ഷെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് നിന്റെ കാഴ്ചകൾക്കകത്തൂടെ പാപം കടന്നു വരുന്നുണ്ട്, തിന്മ കടന്നു വരുന്നുണ്ട് എന്ന ഒരു പാഠത്തിന്റെ പ്രവർത്തനമാണ്. നമ്മുടെ കണ്ണുകളെയും കാതുകളെയും അടച്ച് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മള് കണ്ണില്ലാത്ത ഒരാൾ, കാഴ്ചയില്ലാത്ത ഒരാൾ നടന്നു പോകുമ്പോൾ അയാൾ തട്ടി വീണാൽ നമ്മൾ അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. അതേസമയം കണ്ണുള്ള ഒരാൾ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് നടന്ന് വഴി തട്ടി വീണാലോ, നിനക്ക് 2 കണ്ണുണ്ടായിരുന്നില്ലേ, നോക്കി നടക്കാൻ പാടില്ലേ എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ കണ്ണ് എന്ന് പറയുന്നതിനെയോ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നതിനോ നിഷേധിക്കുന്ന ഒരു കാര്യമല്ല. നിന്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക എന്ന് പറയുന്നതിലൂടെ കർത്താവ് പറയുന്നത് കണ്ണാണ് ശരീരത്തിന് വിളക്കെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ദ്രിയങ്ങളാണ് നമ്മെ വഴി നടത്തുന്നത്. സ്വാഭാവികമായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ വഴിനടത്തലിലൂടെ അല്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. അതിൻ്റെ പ്രയോഗത്തിനുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. കാഴ്ചയും നോട്ടവും എന്ന് 2 കാര്യമുണ്ട്. ഒരു കാര്യം നമ്മൾ കാണുന്നു, ഒരു കാഴ്ച 2.5 സെക്കൻഡ് കണ്ടാൽ നമ്മുടെ അകത്തേക്ക് അത് പ്രവേശിക്കും. ഒരു കാഴ്ച 2.5 സെക്കൻഡ് കണ്ടാൽ, സാധാരണ TV കാണുന്നതിനൊക്കെ പറയുമല്ലോ, അതിൽ കൂടി ചേർത്താൻ വരും എന്ന് പറയുമല്ലോ. TV കാണുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം, അതിലെ കണ്ടന്റുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടു വരുന്ന ഒരു കാര്യം പരസ്യങ്ങളാണ്.
ഒരു പരസ്യം കാണുമ്പോൾ, പരസ്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ കുറച്ച് സമയമാണ്. കാരണം 2.5 സെക്കൻഡ് ഒരു കാഴ്ച കണ്ടാൽ ആ കാഴ്ച നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കും, ഇന്ദ്രിയങ്ങളിലേക്ക് പ്രവേശിക്കും. ഒരു കാര്യത്തെ ഇന്റൻഷനോടെ നോക്കി കാണണം എന്ന് വിചാരിച്ച് കാണുന്നതും ഒരു സാധാരണ കാഴ്ച കണ്ടുമാഞ്ഞു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്റൻഷനോടുള്ള കാഴ്ചകൾ, നമ്മുടെ മനസ്സിന്റെ താല്പര്യത്തോടെയുള്ള കാഴ്ചകൾ നിശ്ചയമായും അവിടെ കണ്ണുടക്കാനിടയാക്കും. കണ്ണുടക്കാൻ വെച്ചാൽ ഇന്ദ്രിയത്തെ അത് കീഴ്പ്പെടുത്തും. സാധാരണ കണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മെ ബാധിക്കാം, പക്ഷെ കണ്ടുപോകുന്ന കാഴ്ചകൾ ബാധിക്കുന്നതിനേക്കാൾ നോക്കുക എന്ന പ്രവൃത്തി അതിന്റെ പിന്നിലുണ്ടാകുമ്പോൾ ആ കാഴ്ച കൂടുതൽ ഗൗരവമുള്ളതായി മാറും. അങ്ങനെ ഗൗരവമുള്ളതായി മാറുന്നു. നമ്മൾ ഈ ലോകത്തെ കാഴ്ചകളൊക്കെ കാണുന്നു, പലതും നോക്കിയാണ് കാണുന്നത്. വഴി നടക്കുമ്പോൾ ചുറ്റും നോക്കാതിരിക്കാൻ സാധ്യമല്ല, നോക്കി നടന്നില്ലെങ്കിൽ വീഴാനിടയുണ്ട്. അപ്പൊ സ്വാഭാവിക പ്രകൃതിയിൽ കാണുക എന്ന പ്രവൃത്തിയെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല, കേൾക്കുക എന്ന പ്രവൃത്തിയെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ അരിച്ച് കാണുക എന്ന പ്രവൃത്തി നടപ്പുള്ള കാര്യമല്ല. ഇപ്പൊ TV കാണരുത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലത്ത് ചെകുത്താൻ പെട്ടി എന്നാണ് TV കുറിച്ച് പറഞ്ഞിരുന്നത്. ചെകുത്താൻ പെട്ടി എന്ന് പറഞ്ഞ് അന്ന് TV ഉണ്ടായിരുന്ന പലവിധ കാര്യങ്ങളാണ് വന്നിരുന്നത്. അതൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ക്രൈസ്തവ ചാനലുകൾ, ആത്മീയ ചാനലുകൾ രംഗപ്രവേശം ചെയ്യുന്നത്. ആത്മീയ ചാനലുകൾ രംഗപ്രവേശം ചെയ്തപ്പോൾ ഉടനെ നമ്മൾ ട്യൂൺ മാറ്റി മാലാകപ്പെട്ടിയായിട്ട് മാറി. അപ്പൊ അത്രയും നാൾ നമ്മൾ ചെകുത്താൻ പെട്ടി എന്ന് പറഞ്ഞിരുന്നൊരു കാര്യം മാലാകപ്പെട്ടിയായിട്ട് മാറി. ഇങ്ങനെ ചെകുത്താൻ പെട്ടി, മാലാകപ്പെട്ടി എന്ന് വേർതിരിക്കാവുന്ന ഒന്നായിട്ട് കാഴ്ചയെ മാറ്റി കാണരുത്. കാഴ്ചകളെ ഇങ്ങനെ കാണാൻ പാടുള്ളൂ, ഇങ്ങനെ കേൾക്കാൻ പാടുള്ളൂ, ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇരുളടഞ്ഞു പോകും, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ അരുത് എന്ന് പറയുന്നതൊക്കെ കാണാനുള്ള പ്രവണത നമുക്കുണ്ടാവും. അരുത് എന്ന് പറയുന്നത് കാണാൻ പ്രവണത ഉണ്ടാവും, ഒന്ന്. രണ്ടാമത്, നമ്മളൊരു കാര്യം കാണുമ്പോൾ അത് കാണണ്ടെന്ന് തീരുമാനിക്കുകയും അതേ സമയം തന്നെ നമ്മൾ അതിനുള്ളിൽ ചുമക്കുകയും ചെയ്യും. ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരു നദിക്കരയിൽ വെച്ച് ഒരു ഗുരു ശിഷ്യന് നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു സ്ത്രീ നഗ്നയായിട്ട് പുഴക്കരയിരിക്കുന്നു. മുൻപ് വന്ന ഗുരു ഒന്ന് നോക്കി, പിന്നെ ശ്രദ്ധിക്കാതെ നടന്നുപോയി. പുറകെ വന്ന ശിഷ്യനാകട്ടെ ഈ സ്ത്രീ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടന്നു. അങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് നടന്ന് കുറെ ദൂരം കഴിഞ്ഞ് അവളുടെ ഒരു ആശ്രമത്തിലെത്തി. അതിനിടയ്ക്ക് സ്ത്രീയെ അയാൾ കൈവിട്ടു. ആശ്രമത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ ആ ചെയ്തത് ഒട്ടും ശരിയായില്ല. ശിഷ്യൻ ചോദിച്ചു, എന്താണ്? അല്ല, നീ ആ സ്ത്രീയെ എടുത്ത് തോളത്ത് വെച്ച് നടന്നത്. അപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ അവളെ ആ പുഴക്കരയെ തന്നെ ഉപേക്ഷിച്ചു, അങ്ങിപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നുവല്ലോ. അതുകൊണ്ട് മനസ്സിനെ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ കാണേണ്ടത്. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നീ കരണങ്ങളിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്ന ലോകത്തിന്റെ അറിവുകളെയും അനുഭവങ്ങളെയും നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നതാണ് പരമപ്രധാനം. കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക, തൊടാതിരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ ആത്മീയമായ അഹങ്കാരത്തിലേക്ക് വരെ നയിക്കാം. അവയൊന്നും ആത്മീയമായി ഗുണം ചെയ്യുന്നവയല്ലെന്ന് കാണും. എന്തും കാണുക എന്നുള്ളൊരു ലൈസൻസ് ആയിട്ടല്ല ഇത് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവയിൽ ഉടക്കിപ്പോകരുത്. ഇത് ആത്മനിന്ദ വളർത്തുന്നതായിട്ട് തോന്നും, അനുഭവം ഉയർത്തുന്നതായിട്ട് തോന്നും, പക്ഷെ അതിന്റെ പുറകിലുണ്ടാകാവുന്ന ഒരു അബദ്ധത്തെ കുറിച്ച് കൂടി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഞാനിത് പറയുന്നതിന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമായിട്ടല്ല. കൊളോസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നതിന്. പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കാൻ ലോകത്തിന്റെ മറ്റും നിങ്ങൾ ജീവിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചിട്ടാണ് സ്ലീഹ പറയുന്നത്, നിങ്ങൾ സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നിങ്ങനെയുള്ള വിലക്കുകൾക്ക് നിങ്ങൾ വിധേയപ്പെടുന്നത് എന്തിന്. 22-ാം തിരുവചനം പറയാണ്, ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണിവ. ഇത് കേവലം മാനുഷികമായ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളുമാണ്, ആത്മീയമായിട്ട് ഇവയ്ക്ക് ബന്ധമില്ല. മാത്രമല്ല, തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും ഒക്കെ നൽകുന്നതിനാൽ വിജ്ഞാനത്തിന്റെ പ്രതീതി ഇവ ജനിപ്പിക്കും. പക്ഷെ ജഡികാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്കൊരു പങ്കുമില്ല. നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ ആണ് കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം, ഇവയുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് ചിന്തിക്കരുത്. അഥവാ കാഴ്ചയെയും കേൾവിയെയും ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും എങ്ങനെയാണ് അവ നമ്മിൽ പ്രവർത്തിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആത്മനിന്ദയും ആത്മപീഡയും തീവ്രമായ ഭക്തിയൊക്കെ ജനിപ്പിക്കുന്ന വിജ്ഞാനത്തിന്റെ പ്രതീതികൾ അവയ്ക്കപ്പുറത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ അവ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകണം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് കണ്ണിനെ കുറിച്ചാണ്. അപ്പൊ കണ്ണുകൊണ്ട് ഒരു കാര്യം കാണുമ്പോൾ എങ്ങനെയാണ്
ഈ കരണം ഇന്ദ്രിയത്തിലൂടെ നമ്മൾ പ്രവർത്തനക്ഷമമാകുന്നതെന്നും എങ്ങനെയാണ് ഒരു കാഴ്ച നമ്മെ സ്വാധീനിക്കുന്നതെന്ന് തിരിച്ചറിയണം. നോട്ടമല്ല ഉദ്ദേശിക്കുന്ന കാഴ്ചയാണ്. 2.5 സെക്കൻഡ് ഒരു കാഴ്ച കണ്ടാൽ അത് നമ്മുടെ ഹൃദയത്തിൽ പതിയുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ 2.5 സെക്കൻഡിനകം നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മേഖലയുണ്ട്. അത് കേവലമായി ഇന്ദ്രിയമായ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഒരു ഫലം ഉളവാക്കുന്ന തരത്തിലേക്ക് വളർത്തുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഒരു ഇന്ദ്രിയം കാണുമ്പോൾ, ഒരു ഇന്ദ്രിയത്തിലൂടെ നാം ഒരു അറിവ് നേടുമ്പോൾ ആ ഒരു ഇന്ദ്രിയം മാത്രമല്ല പ്രവർത്തിക്കുന്നത്. നമ്മൾ സാധാരണ കണ്ണിൽ കൂടി കാണുന്നു, ആ കാഴ്ച നമ്മുടെ അകത്ത് കയറുന്നു, അത് നമ്മളെ മലിനമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്കും മാലിന്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കണ്ണടച്ചു പിടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. ഒന്നും വായിക്കാൻ പറ്റില്ല, ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ കാണുന്നവയെ വിവേചിക്കുക എന്ന് പറയുന്ന നമ്മുടെ ധർമ്മം ഒരു ചോയ്സ് ആണല്ലോ മുമ്പിലുള്ളത്. അതിനെ എങ്ങനെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം, എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ തീരുമാനമെടുക്കാനുള്ള ശേഷിയെ ഇവിടെ നമ്മൾ ഉപേക്ഷിക്കുകയും ഈ കാണുന്നതേ പ്രശ്നമാണെന്ന നിലയിലേക്ക് വരികയും ചെയ്യും. ഇപ്പൊ പിശാച് ഹവ്വയെ പ്രലോഭിപ്പിച്ചു. പിശാച് ഇല്ലായിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. പൈശാചികമായ ഈ പ്രലോഭനം കാഴ്ചയും അതിലൂടെ ഉണ്ടാകുന്ന അനുഭൂതികളെയും കുറിച്ച് ഹവ്വയിൽ ഉണ്ടാകുന്ന ചിന്തകൾ, ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഒരു തീരുമാനമെടുക്കാനുള്ള ഡിസിഷൻ മേക്കിങ്ങിനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ അവകാശത്തെ നാം എങ്ങനെ ഉപയോഗിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ജന്മോഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, നന്മ തിരിച്ചറിയാനുള്ള ശേഷി, നമ്മുടെ ശരീരത്തെ നന്മയ്ക്ക് ഉന്മുഖമായി പ്രവർത്തിപ്പിക്കാനുള്ള ശേഷി, ഒപ്പം തന്നെ മരണത്തെ അതിജീവിക്കാനുള്ള ശേഷി. 3 കാര്യമാണ് വരപ്രസാദമായിട്ട് തമ്മിലുള്ളത്. അപ്പോൾ നമ്മുടെ വരപ്രസാദവും നമ്മുടെ ജീവിതാനുഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകും. എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? ഒരു കാഴ്ച കാണുമ്പോൾ ആ കാഴ്ച നമ്മിലേക്ക് കടന്നു വരുന്നു. കണ്ണിലൂടെയാണ് അത് കടന്നു വരുന്നത്. കണ്ണിലൂടെ കടന്നു വരുന്ന കാഴ്ച ആന്തരികമായ നയനേന്ദ്രിയത്തിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ നയനേന്ദ്രിയത്തിലൂടെ പ്രവേശിച്ച ഈ കാഴ്ച മനസ്സിലേക്ക് കിടക്കും. മനസ്സിൽ കൽപ്പനാ വൈഭവമുണ്ട്, കൽപ്പനാശേഷിയുണ്ട്. അതായത് കാണുന്നൊരു ചിത്രത്തെ നമുക്ക് പലതരത്തിൽ അനുഭവിക്കാൻ കഴിയും. ഇപ്പൊ നക്ഷത്രം കാണുമ്പോൾ നമ്മൾ 5 മൂലകൾ ചിമ്മുന്നതായിട്ട് കാണുന്നത്. നക്ഷത്രം ചിമ്മുന്നു, 5 മൂലകളുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഈ 5 മൂലയുള്ളതല്ല നക്ഷത്രം. ഇനി അത് ചിമ്മിക്കൊണ്ടിരിക്കണമില്ല. അത് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടൊരു പ്രവൃത്തിയാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ യഥാർത്ഥത്തിലല്ല കാണുന്നത്, തലകീഴായ പ്രതിബിംബമൊക്കെയാണ്. അതിനെ തല നേരെയാക്കുന്നതും അല്ലെങ്കിൽ അതിനെ മിഴിവോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിന്റെ അകത്തെ പ്രവർത്തനം കൂടി കലർന്നിട്ടാണ്. ഒരു കാഴ്ച നമ്മൾ കാണുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ദ്രിയത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് അത് പൂർണ്ണമായ കാഴ്ചയാകുന്നില്ല. നമ്മൾ കാണുന്ന ഒരു കാര്യത്തെ കരണം കാണുന്നു, ആന്തരിക നൈരേന്ദ്രിയത്തിലൂടെ അകത്ത് പ്രവേശിക്കുന്നു. കൽപ്പനാശേഷി, ഭാവനാശേഷിയാണ് അവയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ച ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ചോദ്യം ഉയരും. അത് ആന്തരികമായ നാവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഒരു ബാഹ്യമായ നാവുണ്ട്, രസനയുണ്ട്, ഒരു ആന്തരിക രസനയുണ്ട്. ആന്തരിക രസനയോട് ഒരു ചോദ്യം ഉന്നയിക്കപ്പെടും, എങ്ങനെയുണ്ട് ഈ കാഴ്ച? അപ്പൊ നമ്മൾ ആന്തരികമായ സംസാരവും ബാഹ്യ സംസാരവും ഉണ്ട്. പുറമെ സംസാരിക്കുന്നതല്ല, അകമേ സംസാരിക്കുന്നത്. അകം സംസാരം, സെൽഫ് ടോക്കിംഗ്, അതിനോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നതനുസരിച്ചാണ് മനസ്സിന്റെ തുടർ പ്രവർത്തനങ്ങൾ. നമ്മൾ കൊള്ളാം എന്നാണ് പറയുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ മനസ്സിളകും. മനസ്സിളകുന്നതിന്റെ പേരാണ് വികാരങ്ങൾ. മനസ്സിളകുമ്പോൾ മനസ്സ് തരംഗരൂപത്തിൽ ചലിക്കും. അങ്ങനെ തരംഗരൂപത്തിൽ ചലിക്കുന്ന മനസ്സ് ആന്തരിക ഗ്രന്ഥികളിൽ തട്ടും. ആന്തരിക ഗ്രന്ഥികൾ, അവയിലൂടെയാണല്ലോ സംവേദനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആന്തരിക ഗ്രന്ഥികൾ ഉണർന്നു പ്രവർത്തിക്കും. ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ അവയിൽ നിന്ന് സ്രവങ്ങൾ ഉണ്ടാകും, ഫലങ്ങൾ ഉണ്ടാകും. ആ ഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. അപ്പോഴാണ് കാണുന്ന ഒരു കാഴ്ച, ഒരു ഭയപ്പെടുന്ന കാഴ്ചയെ ഇങ്ങനെ സെൻസ് ചെയ്തിട്ട് അതിന്റെ ഭാവനയിൽ കാണിച്ച് അത് ഭയപ്പെടേണ്ടതാണോ ഭയപ്പെടേണ്ടാത്തതാണോ എന്ന് നമ്മുടെ സെൽഫ് ടോക്കിലൂടെ നമ്മൾ പറഞ്ഞ്, നമ്മൾ പറയുന്നതനുസരിച്ച് മനസ്സിളകും. ആ മനസ്സിലുണ്ടാകുന്ന ഇളക്കങ്ങൾ, വികാരങ്ങൾ ഗ്രന്ഥികളിൽ തട്ടും. ഗ്രന്ഥികളിൽ നിന്ന് സ്രവം ഒഴുകും. അങ്ങനെ സ്രവം ഒഴുകുമ്പോൾ നമ്മൾ ഈ അനുഭവ തലത്തിലേക്ക് വരും. ഒരു കാഴ്ച അനുഭവമാകുന്നതിന് ഇത്തരം കാര്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതിന് 2.5 സെക്കൻഡ് മതി. ഇപ്പൊ നമ്മൾ ഒരു ചിത്രം കാണുകയാണ്, ലൈംഗികമായ ചിത്രമോ നഗ്നമായ ചിത്രം കാണുകയാണ്.
അപ്പോൾ ഉടനെ തന്നെ ഇതകത്ത് ചെല്ലും, അകത്ത് ഭാവനയുണരും, കൊള്ളാമോ മോശമാണോ എന്ന് ചോദ്യം ഉയരും. അങ്ങനെ ചോദ്യം ഉയരുന്ന സമയത്ത് നമ്മുടെ ആന്തരിക നാവ് നൽകുന്ന ഉത്തരം കൊള്ളാം, ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ചലിക്കും. മനസ്സിന്റെ തരംഗരൂപത്തിലുള്ള ചലനം വികാരം, ആ വികാരം ഗ്രന്ഥികളിൽ തട്ടും, സ്രവമുണ്ടാവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പെട്ടുപോയി, പറ്റിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ കണ്ണോ ഇന്ദ്രിയമോ അല്ല പ്രശ്നത്തിലേക്ക് ആഴുന്നത്, നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനമാണ്. ആ മനസ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആന്തരിക നാവ് നൽകുന്ന ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാഴ്ചയെ കേവലമായി കണ്ണിന്റെ പ്രവർത്തനമായിട്ട് കാണാതെ അതിനകത്ത് സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചുകൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മനസ്സിനകത്ത് ദൈവവചനം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാഴ്ച കാണുമ്പോൾ ആ കാഴ്ച നമ്മുടെ അകത്തേക്ക് കടന്നു വന്നു, ഭാവന അതിനെ കാണിക്കുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരും. അതിന് നമ്മുടെ നാവ്, ആന്തരികമായ നാവ് ഉത്തരം പറയുന്നത് മനസ്സിന്റെ ബലത്തിലാണ്. മനസ്സ് എവിടെയാണ് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഉറപ്പനുസരിച്ചാണ് മനസ്സ് ഉത്തരം നൽകുക. മനസ്സ് നൽകുന്ന ഉത്തരം ദൈവവചനത്തിന് അനുസൃതമാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഇന്ദ്രിയത്തിലൂടെ കടന്നു വന്ന കാഴ്ചയോ ഇന്ദ്രിയാനുഭവങ്ങളോ നമ്മെ ബാധിക്കാത്തതാകും. നമ്മുടെ മനസ്സിന്റെ ചലനം ഉണ്ടാകില്ല. മനസ്സിന്റെ ചലനം ഉണ്ടായാൽ പിന്നെ അത് ഗ്രന്ഥികളിൽ തട്ടിയാൽ, ഗ്രന്ഥികൾ പ്രവർത്തിച്ചാൽ ശരീരം നമ്മെ ആ പ്രവൃത്തിയിലേക്ക് നയിക്കും. പിന്നെ നമുക്കത് പിടിച്ചു നിർത്താൻ കഴിയില്ല. ഞാൻ എളുപ്പത്തിൽ പറയാം. നിങ്ങളൊരു കോഴിക്കറിയുടെ ഗന്ധം അറിയുന്നു, മൂക്കിലൂടെ ഒരു ഗന്ധം വരികയാണ്. അങ്ങനെ കോഴിക്കറിയുടെ ഗന്ധം വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മുടെ അകത്ത് ഉടനെ തന്നെ ഭാവനയിൽ ഒരു കോഴിക്കറി വരികയാണ്. ഇത് കോഴിക്കറിയാണ് എന്ന് നമുക്കറിയാം. ആ ഗന്ധം കേട്ടപ്പോൾ മനസ്സിലായി. ഉടനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുള്ള ഒരു കോഴിക്കറി നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുക, രൂപം ധരിക്കുക. അങ്ങനെ രൂപം ധരിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ചോദ്യം വരും, എങ്ങനെയുണ്ട് ഈ കോഴിക്കറി? അപ്പോ ഗന്ധം കേട്ടിട്ട് കൊള്ളാം കൊള്ളാം എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞാൽ ഉടനെ തന്നെ നാവിൽ വെള്ളം വരും. നാവിൽ വെള്ളം വരുന്നത് നമ്മുടെ വികാരം ചലിക്കും, മനസ്സ് ചലിക്കും. മനസ്സ് ചലിച്ച് നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളിൽ തട്ടും. തട്ടിക്കഴിയുമ്പോൾ സ്രവം ഉണ്ടാകും. പിന്നെ വായി വെള്ളം വരും. ഒന്നില്ലെങ്കിൽ ഇറക്കണം, അല്ലെങ്കിൽ തുപ്പിക്കളയണം. അപ്പൊ അകത്ത് ദൈവവചനം ആഴത്തിൽ ഒരാൾ സ്വീകരിച്ചാൽ, ദൈവവചനമുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചകൾ അയാളെ കീഴ്പ്പെടുത്തില്ല. ഇവിടെ നമുക്ക് രണ്ട് കണ്ണിനെ കുറിച്ച് പറഞ്ഞല്ലോ. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ദൂരെ എറിയുക. അകത്തൊരു കണ്ണുണ്ട്. രണ്ട് കണ്ണുകളിൽ ഒന്ന് ആന്തരിക നയനമാണ്. അപ്പൊ ആന്തരിക നയനത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ദൈവാവബോധമാണ്, ദൈവവചനമാണ്. വചനാനുസൃതമാണ് ഹൃദയത്തിന്റെ പ്രവർത്തനമെങ്കിൽ, മനസ്സിന്റെ പ്രവർത്തനമെങ്കിൽ ബാഹ്യമായ കാഴ്ചകളോ കേൾവികളോ നമ്മെ ബാധിക്കില്ല. ചിലരൊക്കെ പറയുന്നത് ഇങ്ങനെ കാണുന്ന ചിത്രങ്ങളിലൂടെയൊക്കെ തിന്മ കടന്നു വരുമെന്നാണ്. അതൊരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. അതൊരു അബദ്ധ പ്രവചനമാണ്. എന്തുകൊണ്ടാണ് ഈ തിന്മ, കാണുന്ന കാഴ്ചയ്ക്കകത്തുള്ളതാണ് തിന്മ, തിന്മയാണ് ഈ മുഴുവൻ പ്രവർത്തിക്കുന്നത് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ സെൽഫിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഞാൻ എന്തിന് ആമേൻ പറയണം? ഒരു എസ്സോർണോ ചോദ്യം എപ്പോഴും ഉണ്ട്. നീ എന്റെ ഭാഗത്താണോ, ലോകത്തിന്റെ ഭാഗത്താണോ എന്നൊരു ചോദ്യം നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ചോദ്യത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മിൽ ഒരു കാഴ്ചയോ കേൾവിയോ സ്പർശനമോ അനുഭവമായിട്ട് മാറുന്നത്. അപ്പൊ മനസ്സ് ദൈവവചനത്താൽ നവീകരിക്കപ്പെടണം. ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവിൻ. മറിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിക്കണം, നീതിയുടെ മനുഷ്യനെ ധരിക്കണം, ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിനെ അകത്ത് ധരിക്കുമ്പോൾ പുറമേ ഉണ്ടാവുന്ന കാഴ്ചകൾ നമ്മെ ബാധിക്കാതെയാകും. അതല്ലാതെ ലോകത്തെ മുഴുവൻ മാറ്റി നിർത്തി TV മാറ്റുക, ലാപ്ടോപ്പ് മാറ്റുക, ഫോൺ മാറ്റുക, അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ മാറ്റിയിട്ട് നന്നാവാന്നാണ് തീരുമാനിക്കണമെങ്കിൽ, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കുഴപ്പത്തിൽ ചാടുന്നതെന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം മറക്കാണ്. എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നന്മ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണത്. വരപ്രസാദം തന്നിട്ടുണ്ട്. ആ വരപ്രസാദം അനുസരിച്ച്, നന്മ തിരഞ്ഞെടുക്കാൻ തന്നിട്ടുള്ള ശേഷി അനുസരിച്ച് ഞാൻ നിലകൊള്ളണമെന്ന് എൻ്റെ അകത്ത് എഴുതപ്പെട്ട വചനം എന്നെ ഓർമ്മപ്പെടുത്തണം. ഹൃദയത്തിൽ വചനം എഴുതിയാൽ മാത്രമേ. അതുകൊണ്ട് വചനം ഹൃദയത്തിലാണ് സംഗ്രഹിക്കേണ്ടത്, പുസ്തകത്തിലല്ല എഴുതേണ്ടത് എന്ന് പറയാൻ കാര്യമാണ്. അതാണ്. പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് കൊണ്ട് 1000 പ്രാവശ്യം എഴുതുന്ന കാര്യമില്ല. ഹൃദയത്തിൽ ഒരു വചനം ആഴത്തിൽ പതിഞ്ഞാൽ ആ വചനം പ്രവർത്തിക്കാൻ തുടങ്ങും.
ക്രിസ്തുവാകുന്ന വചനം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്ത് എവിടെയായിരിക്കുമ്പോഴും, എന്ത് കാണുമ്പോഴും, ഏത് കൂട്ടിലായിരിക്കുമ്പോഴും, എന്ത് സ്പർശിക്കുമ്പോഴും, എവിടെയായിരിക്കുമ്പോഴും നമ്മുടെ ആന്തരിക നാവ് സംസാരിക്കുന്നത് ദൈവവചനമായിരിക്കും. നമ്മുടെ ആന്തരിക നാവ് ലോകാനുരൂപിയായി സംസാരിച്ചാൽ, ഉത്തരം കൊടുത്താൽ, അതിനർത്ഥം നമ്മുടെ മനസ്സ് ലോകാനുരൂപിയാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഭിത്തിയിൽ തൂക്കിയിട്ടുള്ള ചിത്രത്തിൽ നിന്ന് പിശാച് കടന്നു വരുമെന്നോ, വഴി കാണുന്ന ചിത്രത്തിൽ നിന്ന് പിശാച് കടന്നു വരുമെന്നോ, ലോകത്ത് കാണുന്ന കാഴ്ചകളിലൂടെയാണ് നമ്മുടെ അകത്തേക്ക് തിന്മ കടന്നു വരുന്നതെന്നോ ചിന്തിക്കരുത്. ഇതിന് അടക്കം ആത്മനിയന്ത്രണം എന്നൊരു കാര്യം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ആത്മനിയന്ത്രണം? ദൈവവചനാനുസൃതമായി എങ്ങനെയാണ് നമ്മെ തന്നെ നാം നിയന്ത്രിക്കേണ്ടത് എന്ന കാര്യം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പോഴാണ് വിവേചനം ഉണ്ടാവുക. നന്മ മാത്രം അരിച്ചെടുത്ത് ലോകത്ത് ജീവിച്ചാൽ ഒരു തിന്മയും ഞാൻ ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തു കിടക്കാണ്. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കാണുന്ന കാഴ്ചയെ, കേൾക്കുന്ന കേൾവിയെ എനിക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ തീരുമാനിക്കാനുള്ള ശേഷി. അങ്ങനെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിനുള്ള ശേഷിയെ ദൈവത്തിനോട് ചേർന്ന് നിന്ന് തിരഞ്ഞെടുക്കാൻ, ദൈവേഷ്ടം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു മനോഭാവം എന്നിൽ രൂപപ്പെടണമെങ്കിൽ വചനമാവുന്ന ക്രിസ്തു എന്റെ ഹൃദയത്തിലുണ്ടാകണം. ബാഹ്യമായ വർജനങ്ങൾ ഒരുപക്ഷെ നമുക്ക് താൽക്കാലികമായ മോചനം നൽകുന്നതായി തോന്നിയേക്കാം. അത് വിജ്ഞാനപ്രദമാണ്, വിജ്ഞാനം നൽകുന്നു എന്നൊരു ചിന്ത ഉണ്ടാകാം. അപ്പൊ നമ്മള് ചിലരൊക്കെ നോമ്പുകാലത്ത് വാട്സപ്പ് ഉപയോഗിക്കില്ല. വാട്സപ്പ് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ അറിയില്ലെന്നോ? വാട്സപ്പ് ഉപയോഗിക്കാതിരിക്കുമ്പോഴും നമ്മുടെ ചിന്ത എന്തിനെക്കുറിച്ചാണ്? വാട്സപ്പിൽ ഇതുണ്ടല്ലോ എന്ന് ചിന്തയാണ്. നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ലോകാനുരൂപിയായിട്ടാണ്. കാഴ്ചകൾ കാണുന്നത് വേണ്ടെന്ന് വെച്ചാലും, കാഴ്ചകളൊക്കെ എത്രത്തോളം നിയന്ത്രിച്ചാലും, ആ നിയന്ത്രിക്കുന്നതിനേക്കാൾ പ്രധാനമായി വരുന്നൊരു പ്രശ്നം എന്താണ്? എന്റെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ ഞാൻ അങ്ങനെ വിനിയോഗിക്കുന്നുള്ളതാണ്. ഞാൻ ക്രിസ്തുവിന്റെ പക്ഷം ചേർന്നാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറയുന്നതിനേക്കാൾ സ്വാതന്ത്ര്യം വേണം വേണ്ട എന്ന് പറയാൻ. അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് കാണുന്നവയും അനുഭവിക്കുന്നവയ കാര്യങ്ങൾ എന്റെ അകത്തേക്ക് വരുന്നത് കൊണ്ട് നിയന്ത്രണ വിധേയമല്ലാതെ ഞാൻ ആയിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിനകത്ത് ദൈവവചനം ആഴത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, വചനം എനിക്ക് അനുഭവമായിട്ടില്ല, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കാണുന്ന കാഴ്ചകളിലൂടെ പിശാച് കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നത് ഒരു തെറ്റായ പ്രയോഗമാണ്. ഈ കാണുന്ന പ്രതീകങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ അത് നമ്മുടെ അകത്തേക്ക് കടന്നു വരികയും നമ്മളെ ഭരിക്കുകയും നമ്മളെ തിന്മയിലേക്ക് ആഴ്ത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് നന്മ തിന്മകളുടെ നടുവിലാണ്, തെരഞ്ഞെടുപ്പിന്റെ അവകാശം നിന്നുകൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പ് ദൈവപുത്രന്റെ സ്നേഹത്തോട് ചേർന്ന് നിന്ന്, പക്ഷം ചേർന്ന് നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് തിന്മയെ അതിജീവിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടൊരു കാഴ്ച, ഒരു കാര്യം നമ്മൾ കാണുന്നു, ഒരു ചിത്രം നമ്മൾ കാണുന്നു, നമ്മുടെ അകത്ത് ഇതെനിക്ക് ആവശ്യമുണ്ടോ? സോക്രട്ടീസ് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്തുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നില്ല. അതേസമയം ഇത് കൊള്ളാലോ എന്നാണ് നമ്മുടെ മനസ്സ് പറയണമെങ്കിലോ. അപ്പൊ ആന്തരിക നാവ് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ നാവിൽ വെള്ളം വരും, നമ്മുടെ ശരീരം വിധേയപ്പെടും, നമ്മൾ പാപത്തിന് വിധേയപ്പെടും. ശരീരം മലിനമാക്കപ്പെടാനായി മനസ്സിന്റെ പ്രവർത്തനം കാരണമാകുന്നുണ്ട്. ഇങ്ങനെ മലിനമാക്കപ്പെടുക എന്ന പ്രവൃത്തിയാണ് അത് നമ്മുടെ മനസ്സിൽ ദൈവവചനം ആഴപ്പെടാത്തത് കൊണ്ട്. പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിലാണെന്ന ബോധ്യം നിലനിൽക്കാത്തത് കൊണ്ട് ഈ അവബോധപരമായ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ കാഴ്ചകളെയും കേൾവികളെയും സ്പർശനത്തെയും എല്ലാം മലിനമാക്കുന്നത്. ശരീരം എന്താണെന്നും ദൈവദാനമാണെന്നും ആ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റാനാണെന്നും എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ, വരപ്രസാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം ശാരീരികതയെ എങ്ങനെ ദൈവേഷ്ടത്തിനനുസരിച്ച് പ്രയോഗിക്കാമെന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകം എന്നെ മലിനപ്പെടുത്തില്ല. അതുകൊണ്ട് സിനിമ കണ്ടാൽ പാപമാകുമോ എന്ന് ചോദിക്കുന്നത്, വാസ്തവത്തിൽ നമ്മളിങ്ങനെ ഇരുളടഞ്ഞ് മൂടി മൂടി വെച്ച് നമ്മുടെ അകത്ത് ചുറ്റും തിന്മയാണ് എന്നൊരു ബോധം നമ്മിൽ ഉയർത്തും. അങ്ങനെ ലോകം മുഴുവൻ തിന്മയാണ് എന്ന് പറയുകയും ലോകത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് സ്പ്ലിറ്റ് ആകും. അങ്ങനെ നന്മ തിന്മകൾക്കിടയ്ക്ക് ഊയലാടാനല്ല ദൈവം നമ്മെ വിട്ടിട്ടുള്ളത്. ഹൃദയബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൽ ഉറച്ചുകൊണ്ടും നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയപ്പെടും വിധം നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുകയാണ് വേണ്ടത്. വചനം അപ്രകാരം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. മനസ്സിൽ വചനം എഴുതപ്പെടുമ്പോൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ ദൈവവചനം ഉത്തരമായി നൽകാൻ നമുക്ക് കഴിയും. അപ്പോഴാണ് ഒരു കാഴ്ച നഗ്നമായ കാഴ്ച അല്ലെങ്കിൽ മോശമായ ഒരു കാഴ്ച, നോ, അത് കാണണ്ട എന്ന് നമ്മുടെ ഹൃദയം പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയം പറയുമ്പോൾ ആ കാഴ്ച നമ്മുടെ മുൻപിലുള്ളപ്പോൾ പോലും നമ്മളെ അത് ബാധിക്കുന്നില്ല.
അങ്ങനെയാവുമ്പോൾ പിന്നെ നമ്മളത് ഇഷ്ടപ്പെട്ട് കാണാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ടി വി കാണുമ്പോൾ നമ്മളത് കാണുന്നത് നമുക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ്. നമുക്ക് കാണണ്ട എന്ന് പറയാൻ അവകാശമുണ്ട്, അതെനിക്ക് കാണണ്ട എന്ന് പറയാനുള്ള അവകാശമുണ്ട്. അത് പറയാൻ കഴിയേണ്ടത് ഹൃദയത്തിനാണ്. അതുകൊണ്ട് പാപകരമായ സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടല്ല, പാപച്ചായ്ച്ചിലുകൾ ഒഴിവാക്കിയിട്ടല്ല, പാപകരമായ സാഹചര്യത്തിൽ പാപച്ചായ്ച്ചിലുകളോടെ ദൈവം നമ്മളെ നിർത്തിയിട്ടുള്ളത് ദൈവവചനം അനുസരിച്ച് തെരഞ്ഞെടുപ്പുണ്ടാകാൻ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുക എന്ന നിലയ്ക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം പ്രഖ്യാപിക്കാനുള്ള അവസരങ്ങളാണ് ഓരോ കാഴ്ചകളും. അങ്ങനെയാണെങ്കിൽ പിന്നെ മൊബൈൽ എന്തിനു ഉപയോഗിക്കണം, എന്താണ് കാണേണ്ടത്, ടി വി എന്തിനു ഉപയോഗിക്കണം, എന്താണ് കാണേണ്ടത്, അതിലൂടെ വിശുദ്ധ സിനിമകൾ മാത്രമേ കാണൂ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മടയത്തരങ്ങൾ പറയാതെ ലോകത്തെ കാഴ്ചകൾ സാമാന്യഗതിയിൽ കാണുന്ന കാഴ്ചകളെ കാണുമ്പോൾ തന്നെ ആ കാഴ്ചകളെ മുഴുവൻ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ടോ, എന്താണ് സ്വീകരിക്കേണ്ടത്, എവിടെയാണ് എസ് പറയേണ്ടതെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവും. അങ്ങനെ ബോധ്യം ഉണ്ടായില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പൊ ആദ്യം നമ്മൾ പറയും സിനിമ കാണാൻ പാടില്ല, അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണാൻ പാടില്ല, ചിത്രമാണ് പ്രശ്നം എന്ന് പറയും. പിന്നെ നമ്മൾ എന്ത് പറയും, ഇതൊക്കെ നിർമ്മിക്കുന്നവരാണ് കുഴപ്പക്കാരെന്ന് പറയും. പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്തായിരിക്കും കുഴപ്പം? പിന്നെ സ്ത്രീകൾ പാടില്ല, സ്ത്രീകളോടാണല്ലോ ആസക്തി ഉണ്ടാകുന്നതുകൊണ്ട് സ്ത്രീ വേണ്ട, സ്ത്രീ ഇല്ലാത്ത ലോകം വേണം എന്ന് വരും. അപ്പൊ പുരുഷന്മാരുടെ ആസക്തി തുടങ്ങും, ഇപ്പൊ പുരുഷന്മാർ വേണ്ടെന്ന് പറയും. ഇപ്പൊ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ കീഴ്പ്പെടുത്താനാകും വിധം, ജഡമോഹങ്ങൾക്ക് കീഴ്പ്പെടാനാകാത്ത വിധം പരിശുദ്ധാത്മാവിൽ നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുകയാണ് വേണ്ടത്, ലോകത്ത് നിന്ന് ഒളിച്ചോടുകയല്ല. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ നാം പാപത്തിൽ വീഴില്ല. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയല്ല പാപം. പാപം എവിടെയാണ് ഇരിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹവുമായി ബന്ധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്നെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എന്റെ നാഥൻ എന്റെ കൂടെ ഉണ്ടെന്നും അവന്റെ ഇഷ്ടപ്രകാരം എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്നിൽ പരിശുദ്ധാത്മാവുണ്ടെന്നുള്ള ബോധ്യത്തോടെ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് എഫ് ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10 മുതലുള്ള ദിവസങ്ങൾ പറയുന്നത്, ശരീരത്തിനെതിരായിട്ടല്ല യുദ്ധം, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും എതിരായിട്ടാണ് യുദ്ധം, അല്ലാതെ ലോകസാമാന്യതയ്ക്കെതിരായിട്ടല്ല. അത് തിരിച്ചറിയണം. അതുകൊണ്ട് എന്തും കണ്ടുകൊള്ളൂ എന്നല്ല പറയുന്നതിനർത്ഥം, എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്തറിയണം എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. ആത്മനിയന്ത്രണത്തോടെ പെരുമാറണം. ചുറ്റും കാണുന്ന കാഴ്ചകളൊക്കെ കൂടി നമ്മളെ ഭരിക്കുമെന്നും അതിലൂടെയൊക്കെ പിശാച് കടന്നു വരുമെന്നും അതൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തുമെന്നും അങ്ങനെ നാം പാപത്തിൽ വീഴുമെന്നും പറയുമ്പോൾ അതിനർത്ഥം ദൈവം നമുക്ക് നേടിത്തന്ന വിമോചനം നാം അംഗീകരിക്കുന്നില്ലെന്നാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് ഫലവത്തായില്ലെന്നാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മളെന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണ്, അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വിളിക്കപ്പെടുന്നു. അവിടെ നിന്ന് പാപകരമായ തിന്മകളെ ഉച്ചാടനം ചെയ്തുകൊണ്ടും പൈശാചികമായ എല്ലാ തിന്മകളെയും നീക്കിക്കൊണ്ടും ആത്മാവിന് എനിക്ക് നൽകിയിട്ടുണ്ടെന്നും ആ ദൈവാത്മാവിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലെ വചനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രേരണകൾ നൽകുമ്പോൾ ആത്മീയമായ ഉത്കർഷത്തിനായി ജീവിക്കാൻ പറ്റുമെന്നും ആത്മനിയന്ത്രണത്തിന്റെ ആത്മീയമായ വഴിതെളിക്കലിന്റെ വഴിയിലൂടെ എനിക്ക് പോകാൻ കഴിയുമെന്നും എനിക്ക് ഉറപ്പുണ്ടാകണം. അതുകൊണ്ട് ഞാൻ പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഈ ലോകത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കാമെന്നതിനെ കുറിച്ചാണ്. അതല്ലാതെ ഒന്നും കാണരുത്, കേൾക്കരുത്, സ്പർശിക്കരുത്, തൊടരുത്, രുചിക്കരുത് എന്നൊക്കെ പറയുന്ന ഇത്തരം സിദ്ധാന്തങ്ങൾ അത് കൊണ്ടിരുന്നത് എപ്പോഴും ആത്മനിന്ദ വളർത്തും, തീവ്രമായ ഭക്തിയെ കാണിക്കും. പക്ഷെ അവനവന്റെ ഉത്തരവാദിത്വം, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നമുക്ക് വീഴ്ച ഉണ്ടാകുമ്പോൾ അതെല്ലാം ഈ ബാഹ്യപ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ്. ഈ കാഴ്ചകളും കേൾവികളും ലോകമാണ് കുഴപ്പം, ഞാനല്ല കുഴപ്പം എന്നതിലേക്ക് വരും. അങ്ങനെ സ്വയം നീതീകരിക്കാൻ വേണ്ടിയല്ല ജീവിക്കേണ്ടത്. ലോകത്ത് ഇതൊക്കെ ഉണ്ട്, ലോകത്തുള്ളതൊന്നും തച്ചുടയ്ക്കാനല്ല, ഈ ലോകത്ത് ചെമ്പരയിൽ വെള്ളമെന്ന പോലെ ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ടി വി കാണരുത് എന്ന് പറയുന്നതിനേക്കാൾ ടി വി കാണുമ്പോൾ എന്ത് കാണണം, എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ വിവേകം പ്രവർത്തിക്കണം. അവിടെ നമ്മുടെ മനസ്സിനകത്ത് ദൈവവചനമാണെങ്കിൽ ദൈവവചനം നമ്മോട് പറയും. വചനത്തിൽ അധിഷ്ഠിതമാകണം ജീവിതം, വചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം, പരിശുദ്ധാത്മാവിൽ നാം വ്യാപരിക്കണം, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ വിലമതിക്കണം, ആത്മാവിന്റെ നയിക്കപ്പെടലിന് നാം വിധേയരാകണം. അങ്ങനെ പ്രസാദപരാവസ്ഥ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അടക്കം വേണം, ആത്മനിയന്ത്രണം വേണം. ശരീരത്തിൽ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ പാടില്ല, ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ചാണ് വ്യാപരിക്കേണ്ടത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അപ്പൊ നമ്മൾ വരപ്രസാദ മാർഗത്തിലൂടെ ജീവിക്കും. നമ്മളിലുള്ള വരപ്രസാദ ശക്തി നമ്മെ നന്മ ചെയ്യാൻ കഴിവുള്ളവരാക്കി മാറ്റും. അവിടെയാണ് ക്രിസ്തു പറഞ്ഞ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ
ഈ വലത് കണ്ണെന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമാണ്. ആ പ്രവൃത്തിയുടെ ഭാഗത്തെ നിയന്ത്രിക്കുന്നത് അകത്തുള്ള ഭാഗമാണ്, ആന്തരികമായ കണ്ണാണ്. ആന്തരികമായ കണ്ണ് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിരുന്നാൽ നിശ്ചയമായിട്ടും ലോകത്തിലെ കണ്ണിന്റെ പ്രവർത്തനം അവിടെ നിയന്ത്രിക്കപ്പെടും, ആത്മനിയന്ത്രണം ഉണ്ടാവും. ഫോൺ ഉപേക്ഷിക്കുന്നതോ അതല്ലെങ്കിൽ ടി വി കാണില്ലെന്ന് തീരുമാനിക്കുന്നതോ ലോകത്തിറങ്ങില്ല തീരുമാനിക്കുന്നതോ അല്ല നമുക്കുണ്ടാകേണ്ട മാറ്റം ദൈവഷ്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു മനസ്സാണ്. ആ മനസ്സിന്റെ ബലം മൂലം, ആ മനസ്സിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി മൂലം ലോകത്തോട് നോ പറയാൻ, ലോക സാമാന്യതയോട് നോ പറയാൻ ഹൃദയത്തിന് കഴിയുമ്പോൾ നാം ഉദ്ധിതനോടൊപ്പം പക്ഷം ചേരുന്നവരാകും, അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാകും. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ചുറ്റുപാടുകളെ ഭയപ്പെടുകയല്ല, ഈ ചുറ്റുപാടുകളെല്ലാം കീഴ്പ്പെടുത്തുന്ന, ലോകത്തിന്റെ താല്പര്യങ്ങളെ മറികടക്കാൻ ശക്തി നൽകുന്ന ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയണം. ഈ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നതിനേക്കാൾ വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് തിരിച്ചറിയാണ് വേണ്ടത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മനസ്സിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് അവ്യക്തതയുള്ളത് ചോദിക്കാം. അതേപോലെ നാം ഈ ലോകത്തായിരിക്കും എല്ലാം കണ്ടുകൊള്ളൂ, കാണുന്ന ഒന്നും കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കാണുന്നതിനെ ഇങ്ങനെ വിവേചിക്കാനും ദൈവപക്ഷത്ത് നിലയുറപ്പിക്കാനും നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ബലത്തിലും നമ്മിൽ വസിക്കുന്ന വചനമാവുന്ന ക്രിസ്തുവിന്റെ ബലത്തിലും നമുക്ക് കഴിയണം. അങ്ങനെ നമ്മുടെ ആന്തരിക നാവ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതായിട്ട് മാറണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നാം പാപത്തെ ജയിച്ച് ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവരായി ജീവിക്കുക. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാം, വിമർശനങ്ങൾ പറയാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.